ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തയ്യാറാണോ? തയ്യാറാണോ? 100-ാം ദശകം ചൊല്ലിക്കൊണ്ടാകട്ടെ നമ്മുടെ എല്ലാ മംഗളകർമ്മവും. ഇനി ഇവിടെ അങ്ങോട്ട് ലോകത്തിന് മുഴുവൻ സമാധാനവും ശക്തിയും ഊർജവും പകരുന്ന 4000-ന്റെ 100-ാം ദശകം. ഇതാണ് നമുക്ക് വേണ്ടത്. ആരോഗ്യമുള്ള മനസ്സുകളെ നമുക്ക് നേടിയെടുക്കണം. ശക്തിയുള്ള മനസ്സുകളെ നേടിയെടുക്കണം. ദുർബലന്മാരാണ് തളർന്നു പോകുന്നത്. ദുർബലന്മാരെയാണ് മറ്റുള്ളവർ തളർത്തുന്നത്. ദുർബലന്മാരെയാണ് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നത്. ഹിന്ദുക്കൾ എവിടെയൊക്കെയോ തളർന്നപ്പോഴാണ്, ദുർബലരായപ്പോഴാണ് നമ്മുടെ സ്വർണ്ണമൊക്കെ ചെമ്പായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് സംഭവിക്കരുത്. ഇനി അത് സംഭവിക്കരുത്. നമ്മൾ ദുർബലന്മാരല്ല, നമ്മൾ ധീരന്മാരാണ്, നമ്മൾ കരുത്തന്മാരാണ്. തെളിയിക്കട്ടെ. ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിൽ അർജുനനോട് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതാണ്, അർജുന ധീരനായി തീരൂ, നീ കരുത്തനായി തീരൂ, ശക്തനായി തീരൂ. അല്ലെ? ഗീതയിൽ അർജുനനെ ഉപദേശിച്ചതെങ്കിൽ ആ ധീരത പകർന്ന കൃഷ്ണന്റെ മുന്നിൽ തളർന്ന ഭട്ടതിരിപ്പാട് അവസാനം പറയുന്നത്, എന്റെ ശരീരത്തിന്റെ എല്ലാ അനാരോഗ്യവും പോയി. ഹേ ഭഗവാനെ, ഞാനിപ്പോൾ അവിടുത്തെ കാരുണ്യം കൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം നേടിയെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എന്റെ മനസ്സിനും ശരീരത്തിനും ശക്തിയുണ്ട്, തേജസ്സുണ്ട്, ഊർജമുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകുമ്പോൾ ഈ ശക്തിയും തേജസ്സും വേണം കൊണ്ടുപോകാൻ. വേണ്ടേ? വേണോ? വേണ്ടയോ? അപ്പൊ ഇന്ന് മുതൽ നാരായണീയത്തിന്റെ 100-ാം ദശകം നമ്മുടെ ഒരു ജീവനാഡിയാണ്. നമ്മൾ പറയണം, ഈ നാരായണീയത്തിന്റെ 100-ാം ദശകമാണ് എന്റെ ഊർജം, എന്റെ ശക്തി. നിങ്ങൾ ചില പരസ്യങ്ങളൊക്കെ കാണാറില്ലേ? ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് നമ്മൾ പറയണം. നാരായണീയം ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി പറയാൻ തയ്യാറാണോ? അമ്മമാരാണ് കൂടുതലുള്ളത്. നിങ്ങളെല്ലാവരും ഊർജമുള്ളവരായി തീർന്നാൽ പിന്നെ എല്ലാവരും ഊർജമുള്ളവരായി, ശക്തിയുള്ളവരായി, കരുത്തുള്ളവരായി. കാരണം നാരായണീയത്തിൽ ഒരു മാതൃത്വമുണ്ട്, ഒരു വാത്സല്യമുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു വലിയ കരുണയുണ്ട്. കാരണം ഭഗവാനിൽ ഒരു മാതൃത്വമുണ്ട്. അതായത് അമ്മമാരെ കൂടുതൽ നാരായണീയത്തെ എടുത്തിരിക്കുന്നത് ആ മാതൃത്വവും സ്നേഹവും വാത്സല്യവും കരുണയും ഇതെല്ലാം നമ്മളിലൂടെ പ്രവഹിക്കട്ടെ. ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യം. 100-ാം ദശകം ഇത്രയും ആളുകൾ ചൊല്ലുമ്പോൾ, ആ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ